ഹലോ ഗൈസ്, നമുക്കിന്ന് വീട്ടിലല്ലോ കേട്ടോ നോമ്പ് തുറ. നമ്മൾ ഒരിടത്തോട്ട് പോവുകയാണ്. ഇതാണ് കേട്ടോ ഞാനും മാനിക്കായും പഠിച്ച സ്കൂള്. ഞാനും മാനിക്കായും ഇവിടെയാണ് പഠിച്ചത്. ഞാൻ +2 വരെ പഠിച്ച ഇവിടെയാണ് കേട്ടോ. മാനിക്ക +1 +2 മാത്രമേ ഇവിടെ പഠിച്ചിട്ടുള്ളൂ. ഇതിലേക്കൂടെ പോകുമ്പോൾ ഇപ്പോഴും വല്ലാത്തൊരു ഫീലാണ് കേട്ടോ. ഇവനെ പിന്നെ അറിയാലോ, ഇത് എൻ്റെ ഇത്തിയുടെ കുഞ്ഞാണ്. ഇക്ക എന്നെ കൊണ്ടാക്കിയിട്ട് കടയിൽ പോയി കേട്ടോ. അപ്പോൾ വാപ്പ എന്നെ അങ്ങോട്ട് കൊണ്ടുവിടുവാണ് കേട്ടോ. ഇവനെ പിന്നെ അറിയാലോ, ഇവൻ്റെ ബർത്ത്ഡേക്കാണ് നമ്മൾ വന്നിരിക്കുന്നത്. പൂട്ടൻ ഞാൻ കുറേ വീഡിയോയിൽ ഇവനെ കാണിച്ചിട്ടുണ്ട്. എല്ലാവരും ഇങ്ങനത്തെ പരിപാടിക്കൊക്കെയാണ് ഈ നോമ്പിന് കൂടുന്നത്. അപ്പോൾ ഒരു സന്തോഷമാണ് കേട്ടോ. അവിടെ ഞാനൊരു സാധനം കൊണ്ട് എൻ്റെ പണ്ടത്തെ ഫേവറേറ്റ് സാധനമായിരുന്നു, അതാണ് ഞാൻ വീഡിയോ എടുത്തത്. പിന്നെ ഇവൻ്റെ അതെല്ലാം സെറ്റാക്കി നല്ല രസമുണ്ടായിരുന്നു കേട്ടോ അവിടെ കാണാൻ. ഇതാണ് എൻ്റെ വാപ്പി. ഇനി വാപ്പിനെ കണ്ടില്ലെന്ന് ആരും പറയില്ല കേട്ടോ. നമ്മുടെ കുടുംബത്തിൽ എല്ലാവരും ഉണ്ടായിരുന്നു കേട്ടോ. എൻ്റെ കസിൻ്റെ കുഞ്ഞാണ് ഇപ്പൂട്ടൻ. അങ്ങനെ എല്ലാവർക്കും നോമ്പ് തുറക്കാനുള്ള എല്ലാം സെറ്റാക്കുവാണ്. അങ്ങനെ നോമ്പൊക്കെ തുറന്നു. നമ്മുടെ അപ്പുറത്താട്ടോ കുടുംബ വീട്. അവിടെ പോയി ഞാനൊരു മിഠായി കഴിച്ചു ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത്. പിന്നെ ആ ഇവൻ്റുകാർ വന്ന് കേക്കൊക്കെ സെറ്റാക്കി കേട്ടോ. നമ്മളെ അറിയാമെന്നൊക്കെ ഇവൻ്റുകാർ പറഞ്ഞായിരുന്നു കേട്ടോ. പിന്നെ ആണെങ്കിൽ ഇപ്പൂട്ടനെ ഒരുക്കി അവൻ്റെ കാറിലിരുത്തി. പിന്നെ കേക്കൊക്കെ കട്ട് ചെയ്തു. കേക്ക് കട്ട് ചെയ്ത് കഴിഞ്ഞ് എല്ലാവരും ബിരിയാണിയൊക്കെ കഴിച്ചു കേട്ടോ. കുറേ നാളായി ബിരിയാണിയൊക്കെ കഴിച്ചിട്ട്. പിന്നെ ഇപ്പൂട്ടൻ്റെ ഫോട്ടോയിൽ ഈ ചോക്ലേറ്റാണ് നല്ല രസമുണ്ടല്ലേ. എൻ്റെ ലൈഫിൽ ഏറ്റവും സന്തോഷമുള്ളൊരു കാര്യം കേട്ടോ ഞാൻ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഞാനെന്നല്ല, ഇനി കല്യാണം കഴിഞ്ഞ് എല്ലാ പെൺപിള്ളേരെയും മോസ്റ്റ് ബ്യൂട്ടിഫുൾ വ്യൂ എന്ന് വേണമെങ്കിൽ പറയാമല്ലേ. അങ്ങനെ പരിപാടിയെല്ലാം കഴിഞ്ഞ് നമ്മുടെ വീട്ടിലോട്ട് വന്നു കേട്ടോ. നമ്മുടെ വീട്ടിലോട്ട് വന്നിട്ട് കുറച്ച് ചോക്ലേറ്റ്സ് ഒക്കെ കഴിച്ചു. അത് നമ്മൾ ഇക്കയുടെ വീട്ടിലോട്ട് പോകാൻ കേട്ടോ. ആ വഴി ഞങ്ങൾ കടയിലൊക്കെ കയറിയായിരുന്നു. എന്നിട്ട് ഈ മിഠായിയൊക്കെ മേടിച്ചു. എന്ത് ക്യൂട്ടായില്ലേ ഈ മിഠായിയാണ്. വലിയ ടേസ്റ്റൊന്നും ഇല്ലായിരുന്നു. പിന്നെ നമ്മുടെ കെബീർ റാപ്പിക്ക് ഒരു അബദ്ധം പറ്റി കേട്ടോ. ഓൺലൈനിൽ നിന്ന് കണ്ട് മേടിച്ച് കൊള്ളത്തില്ലായിരുന്നു. പിന്നെ പിസ്ത ഒക്കെ കഴിച്ച് ഞങ്ങൾ കാർട്ടൂണും കണ്ട് കിടന്നു. അപ്പോൾ അത്ര